ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് PSC ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് എ ബ്രേക്ക് ഈസ് ടു. ഓപ്ഷൻ എ സ്റ്റോർ എനർജി, ഓപ്ഷൻ ബി ചേഞ്ച് ഫ്രിക്ഷൻ ടു ഹീറ്റ്, ഓപ്ഷൻ സി കൺവേർട്ട് ഹീറ്റ് എനർജി ടു കൈനറ്റിക് എനർജി, ഓപ്ഷൻ ഡി കൺവേർട്ട് കൈനറ്റിക് എനർജി ടു ഹീറ്റ് എനർജി. നമുക്കറിയാം ഓട്ടോമൊബൈൽസിൽ ബ്രേക്സ് യൂസ് ചെയ്യുന്ന മൂവിങ് വെഹിക്കിളിനെ സ്ലോ ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് മൂവിങ് ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്. ബ്രേക്കിംഗ് സർഫസുകൾ തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് ഈ കൈനറ്റിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പർപ്പസ് ഓഫ് ബ്രേക്ക് ഈസ് ടു കൺവേർട്ട് കൈനറ്റിക് എനർജി ടു ഹീറ്റ് എനർജി, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, braking is produced by the frictional effect between the brake drum and dash. Option A wheel cylinder pistons, option B brake shoes, option C wheel studs, option D wheel rim. ഒരു ഡ്രം ബ്രേക്ക് സിസ്റ്റത്തിൽ ബ്രേക്കിങ്ങിൽ ബ്രേക്ക് ഡ്രമ്മുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ബ്രേക്ക് അസംബ്ലിയുടെ കമ്പോണൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ബ്രേക്ക് ഷൂ ആണ്. ഈ ഫിഗേഴ്സിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു ഡ്രം ബ്രേക്ക് അസംബ്ലി. ഡ്രം ബ്രേക്സിൻ്റെ മെയിൻ കമ്പോണൻസ് വീൽ സിലിണ്ടർ, ബ്രേക്ക് ഷൂ, ബ്രേക്ക് ലൈനിങ്, റിട്രാക്ടർ സ്പ്രിങ്, ബാക്കിംഗ് പ്ലേറ്റ് ആൻഡ് ബ്രേക്ക് ഡ്രം. ഇത്രയുമാണ് ഡ്രം ബ്രേക്സിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ വീൽ സിലിണ്ടർ ബാക്കിംഗ് പ്ലേറ്റിൽ റിജിഡ്ലി ഫിക്സ്ഡ് ആണ്. വീൽ സിലിണ്ടറിൻ്റെ രണ്ട് എൻഡിലും രണ്ട് പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഈ പിസ്റ്റണിൻ്റെ ഔട്ടർ എൻഡ് ബ്രേക്ക് ഷൂവിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിസ്റ്റണിൻ്റെ ഈ എൻഡ് ഈ ബ്രേക്ക് ഷൂവിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുമ്പോൾ മാസ്റ്റർ സിലിണ്ടറിൽ നിന്നുള്ള ഫ്ലൂയിഡ് പ്രഷർ കാരണം പിസ്റ്റൺ ഔട്ട്വേർഡിലേക്ക് മൂവ് ചെയ്യും. ഈ പിസ്റ്റണ് ബ്രേക്ക് ഷൂവിനെ ബ്രേക്ക് ഡ്രമ്മിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രസ് ചെയ്യും. ബ്രേക്ക് ഷൂവിൻ്റെ ഔട്ടർ സൈഡിലാണ് ഈ ബ്രേക്ക് ലൈനിങ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക് ലൈനിങ്സ് റിവറ്റ് ചെയ്തിട്ടോ ബോണ്ട് ചെയ്തിട്ടോ ആണ് ഫിക്സ് ചെയ്യുക. ഇങ്ങനെ ഈ ബ്രേക്ക് ലൈനിങ്സ് ബ്രേക്ക് ഡ്രമ്മിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് ബ്രേക്കിംഗ് നടക്കുന്നത്. അപ്പോഴാണ് കൈനറ്റിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതിൽ ബ്രേക്ക് ഡ്രം മാത്രമാണ് ഒരു റൊട്ടേറ്റിംഗ് പാർട്ട്. ബ്രേക്ക് ഡ്രം വീലിൻ്റെ റൊട്ടേഷനൊപ്പം റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടായിരിക്കും. ഡ്രം ബ്രേക്കിൻ്റെ ബാക്കി എല്ലാ പാർട്ടും സ്റ്റേഷനറി പാർട്ടാണ്. ഇപ്പോൾ ഡ്രം ബ്രേക്സിൽ ബ്രേക്ക് ഷൂ ബ്രേക്ക് ഡ്രമ്മിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് ബ്രേക്കിംഗ് നടക്കുന്നത്. ഇനി ബ്രേക്ക് പെഡൽ റിലീസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഷൂ റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിട്ടേണിങ് സ്പ്രിങ്. സ്പ്രിങ് ടെൻഷൻ കാരണമാണ് ബ്രേക്ക് ഷൂ റിട്ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഡിസ്ക് ബ്രേക്ക് ദ ഡിസ്ക് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഓപ്ഷൻ എ പിസ്റ്റൺ, ഓപ്ഷൻ ബി കാലിപ്പർ, ഓപ്ഷൻ സി വീൽ ഹബ്, ഓപ്ഷൻ ഡി സ്റ്റിയറിംഗ് നക്കിൾ. ഡിസ്ക് ബ്രേക്ക് സിസ്റ്റത്തിൽ ഡിസ്ക് നമ്മൾ വീൽ ഹബ്ബുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി. ഡിസ്ക് ബ്രേക്കും ഡ്രം ബ്രേക്കും തമ്മിലുള്ള വ്യത്യാസം, ഡിസ്ക് ബ്രേക്കിൽ ബ്രേക്ക് ഡ്രമ്മിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സർക്കുലർ ഡിസ്ക്കാണ്. ബ്രേക്ക് ഡിസ്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രം ബ്രേക്കിലെ ബ്രേക്ക് ഷൂസിന് പകരം ബ്രേക്ക് കാലിപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് ഡ്രമ്മിന് പകരം ഒരു സർക്കുലർ ഡിസ്ക്കും ബ്രേക്ക് ഷൂവിന് പകരം ബ്രേക്ക് കാലിപ്പേഴ്സുമാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രേക്ക് കാലിപ്പേഴ്സിൽ ഫ്ലാറ്റ് ബ്രേക്ക് പാഡ്സ് ഉണ്ടാവും. ബ്രേക്ക് ഡിസ്കിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ ബ്രേക്ക് പാഡ്സ് ഉണ്ടാവും. ഈ ബ്രേക്ക് പാഡ് ഈ ബ്രേക്ക് ഡിസ്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ബ്രേക്കിംഗ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിസ്ക് ബ്രേക്കിൽ ബ്രേക്ക് പാഡ്സ് ഡിസ്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രേക്കിംഗ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം the movement of piston in the master cylinder produces hydraulic pressure which causes the movement of the dash. Option A brake lining, option B brake shoe, option C brake pedal, option D brake cam. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുമ്പോൾ മാസ്റ്റർ സിലിണ്ടർ ഹൈഡ്രോളിക് ലൈൻസിൽ ഹൈ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രഷർ കാരണം ബ്രേക്കിൻ്റെ ഏത് പാർട്ടാണ് മൂവ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഹൈഡ്രോളിക് ബ്രേക്സ് വർക്ക് ചെയ്യുന്നത് പാസ്കൽസ് ലോനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു കൺഫൈൻഡ് സ്പേസിൽ ഫ്ലൂയിഡ് എല്ലാ ഡയറക്ഷനിലും ഈക്വൽ പ്രഷർ എക്സേർട്ട് ചെയ്യും. ഇതാണ് ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഒരു ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് ബ്രേക്ക് പെഡൽ, പിന്നെ പുഷ് റോഡ്.
മാസ്റ്റർ സിലിണ്ടറിനെ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആക്ടിവേറ്റിംഗ് പുഷ് റോഡ്, മാസ്റ്റർ സിലിണ്ടർ ആൻഡ് പിസ്റ്റൺ അസംബ്ലി, ഹൈഡ്രോളിക് ലൈൻ, ബ്രേക്കിംഗ് ഫ്ലൂയിഡ്, പിന്നെ ബ്രേക്ക് അസംബ്ലി. ഇത്രയാണ് ഒരു ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻറ്റ്സ്. ഇനി ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്. ഡ്രൈവർ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ആക്ച്വേറ്റിംഗ് പുഷ് റോഡ് പിസ്റ്റണിനെ മൂവ് ചെയ്യിക്കും. ഈ മാസ്റ്റർ സിലിണ്ടർ പിസ്റ്റൺ അസംബ്ലിയാണ് ബ്രേക്കിങ്ങിന് ആവശ്യമായ ഫ്ലൂയിഡ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പിസ്റ്റൺ മൂവ്മെൻറ്റ് കാരണം ബ്രേക്ക് ഫ്ലൂയിഡിൽ അപ്ലൈ ചെയ്യുന്ന ഹൈഡ്രോളിക് പ്രഷർ ഹൈഡ്രോളിക് ലൈൻസിലൂടെ വീൽ സിലിണ്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ വീൽ സിലിണ്ടർ രണ്ട് എൻഡിലും പിസ്റ്റണുള്ള ഒരു സിലിണ്ടർ പിസ്റ്റൺ അസംബ്ലിയാണ്. ഈ ഹൈഡ്രോളിക് പ്രഷർ കാരണം വീൽ സിലിണ്ടറിലെ പിസ്റ്റൺ ഔട്ട്വേർഡിലേക്ക് മൂവ് ചെയ്യും. ഈ പിസ്റ്റണിൻ്റെ എൻഡിലാണ് ബ്രേക്ക് ഷൂ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ ബ്രേക്ക് ഷൂ ബ്രേക്ക് ഡ്രമ്മിന് അഗേൻസ്റ്റ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് അവിടെ ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്. അപ്പോൾ മാസ്റ്റർ സിലിണ്ടറിലുള്ള ഹൈഡ്രോളിക് പ്രഷർ കാരണം മൂവ് ചെയ്യുന്നത് ബ്രേക്ക് ഷൂ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ബ്രേക്ക് ഷൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോ വിച്ച് ഗവേൺസ് ദ ഹൈഡ്രോളിക് പ്രഷർ ഇൻ ബ്രേക്ക് സിസ്റ്റം ഈസ്. ഓപ്ഷൻ എ ചാൾസ് ലോ, ഓപ്ഷൻ ബി ബോയ്സ് ലോ, ഓപ്ഷൻ സി പാസ്കൽസ് ലോ, ഓപ്ഷൻ ഡി ന്യൂട്ടൺസ് ലോ. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പാസ്കൽസ് ലോ ആണ്. ആൻസർ ഓപ്ഷൻ സി, പാസ്കൽസ് ലോ. ഈ എക്സാമ്പിൾ നോക്കുക. ഈ എക്സാമ്പിളിൽ ഈ സ്മോളർ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ ഫ്ലൂയിഡിൽ അപ്ലൈ ചെയ്യുന്ന സെയിം പ്രഷർ ഈ ലാർജർ സിലിണ്ടറിൻ്റെ പിസ്റ്റണിലേക്ക് ഫ്ലൂയിഡ് ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഈ ഫ്ലൂയിഡിൻ്റെ ഏതൊരു പോയിന്റിലുള്ള പ്രഷറും ഈക്വൽ ആയിരിക്കും. ഹൈഡ്രോളിക് ബ്രേക്കിങ്ങിൽ നമ്മൾ ബ്രേക്ക് പെഡൽ അപ്ലൈ ചെയ്യുമ്പോൾ മാസ്റ്റർ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ ബ്രേക്ക് ഫ്ലൂയിഡിൽ അപ്ലൈ ചെയ്യുന്ന സെയിം പ്രഷർ തന്നെ ബ്രേക്ക് അസംബ്ലിയുടെ വീൽ സിലിണ്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പോണൻറ്റ് ഓഫ് വീൽ സിലിണ്ടർ വിച്ച് സീൽസ് ദ ബ്രേക്ക് ഫ്ലൂയിഡ് ഈസ്. ഓപ്ഷൻ എ പിസ്റ്റൺ, ഓപ്ഷൻ ബി സ്പ്രിംഗ്, ഓപ്ഷൻ സി ഡസ്റ്റ് കവർ, ഓപ്ഷൻ ഡി കപ്പ്. വീൽ സിലിണ്ടറിൽ ബ്രേക്കിംഗ് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാതെ സീൽ ചെയ്ത് നിർത്തുന്നത് പിസ്റ്റൺ കപ്പാണ്. ആൻസർ ഓപ്ഷൻ ഡി, കപ്പ്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് വീൽ സിലിണ്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് കമ്പോണൻസ്. വീൽ സിലിണ്ടറിൽ രണ്ട് സ്മോൾ പിസ്റ്റൺസ് ആണ് ഉണ്ടാവുക. രണ്ട് എൻഡിലായിട്ട് രണ്ട് സ്മോൾ പിസ്റ്റൺസ് ആണ് ഉണ്ടാവുക. ഈ പിസ്റ്റണിൻ്റെ ഔട്ടർ എൻഡുകൾ ബ്രേക്ക് ഷൂ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഒരു പുഷ് റോഡ് വഴി ബ്രേക്ക് ഷൂ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇനി ഈ വീൽ സിലിണ്ടറിലെ ബ്രേക്കിംഗ് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാതെ സീൽ ചെയ്യുന്നത് ഈ കപ്പ് സീലാണ്. രണ്ട് പിസ്റ്റണിൻ്റെ സൈഡിലുള്ള കപ്പ് സീലാണ് ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാതെ സീൽ ചെയ്യുന്നത്. ഇനി പിസ്റ്റണിൻ്റെ റിട്ടേൺ ആക്ഷന് വേണ്ടിയിട്ടാണ് ഒരു സ്പ്രിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്പ്രിങ് ടെൻഷനിലാണ് പിസ്റ്റൺ റിട്ടേൺ ചെയ്യുന്നത്. പിസ്റ്റണിനെയും ബ്രേക്ക് ഷൂവിനെയും കണക്ട് ചെയ്യുന്ന പുഷ് റോഡ് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യുന്നത് വീൽ സിലിണ്ടറിൻ്റെ ഡസ്റ്റ് കവർ അല്ലെങ്കിൽ ഡസ്റ്റ് ബൂട്ടാണ്. ഇപ്പോൾ വീൽ സിലിണ്ടറിൽ ബ്രേക്കിംഗ് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്യുന്നത് കപ്പ് സീലാണ്. സാധാരണ വീൽ സിലിണ്ടർ കാസ്റ്റ് അയൺ വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓപ്പറേഷൻ ഓഫ് റിമൂവിങ് ട്രാപ്ഡ് എയർ ഫ്രം ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ടാപ്പിംഗ്, ഓപ്ഷൻ ബി ബ്ലീഡിംഗ്, ഓപ്ഷൻ സി പ്രഷറൈസിങ്, ഓപ്ഷൻ ഡി ക്ലിയറിംഗ്. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ബ്രേക്കിംഗ് ഫ്ലൂയിഡിൽ ട്രാപ്ഡ് ആയിട്ടുള്ള എയർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ബ്ലീഡിംഗ്. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് കമ്പയർഡ് ടു ആൻ ഇന്റേർണലി എക്സ്പാൻഡഡ് ഷൂ ബ്രേക്ക്, എ ഡിസ്ക് ബ്രേക്ക് ഹാസ് ദ അഡ്വാൻറ്റേജ്. ഓപ്ഷൻ എ ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ഫെയ്ഡ്, ഓപ്ഷൻ ബി ഫെയ്ഡ് അറ്റ് ലോവർ ടെമ്പറേച്ചർ, ഓപ്ഷൻ സി സ്മോൾ എഫേർട്ട് ഗിവ് ലാർജ് ബ്രേക്കിംഗ് ടോർക്ക്, ഓപ്ഷൻ ഡി ഗ്രേറ്റർ സെൽഫ് സെർവോ ആക്ഷൻ അറ്റ് ഹൈ സ്പീഡ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡ്രം ബ്രേക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ അഡ്വാൻറ്റേജ് ഓപ്ഷൻ എ ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ഫെയ്ഡ്. ഡിസ്ക് ബ്രേക്കിന് ഡ്രം ബ്രേക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ബ്രേക്ക് ഫെയ്ഡിങ്ങിനുള്ള റെസിസ്റ്റൻസ് കൂടുതലാണ്. ഇനി ഡിസ്ക് ബ്രേക്കിന് ഡ്രം ബ്രേക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ അഡ്വാൻറ്റേജസ്, ഡിസ്ക് ബ്രേക്ക് ആർ ലൈറ്റർ ദാൻ ഡ്രം ബ്രേക്ക്. ഡ്രം ബ്രേക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റർ വെയിറ്റ് ആണ് ഇതിന് ഡിസ്ക് ബ്രേക്കിന്. നെക്സ്റ്റ് വൺ, ബെറ്റർ കൂളിംഗ് റേറ്റ്. ഡിസ്ക് ബ്രേക്കിൽ ബ്രേക്ക് സർഫസ് ഡയറക്റ്റ് എയറുമായിട്ട് എക്സ്പോഷർ വരുന്നതുകൊണ്ട് തന്നെ കൂളിംഗ് റേറ്റ് കൂടുതലാണ്. പിന്നെ നെക്സ്റ്റ് വൺ, ബെറ്റർ റെസിസ്റ്റൻസ് ടു ബ്രേക്ക് ഫെയ്ഡ്. ഡ്രം ബ്രേക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്ക് ബ്രേക്കിന് ബ്രേക്ക് ഫെയ്ഡിങ് റെസിസ്റ്റൻസ്
കൂടുതലാണ്. അടുത്തത് യൂണിഫോം ബ്രേക്ക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക് ബ്രേക്കിൽ ബ്രേക്ക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോമാണ്. അടുത്തത് ബ്രേക്ക് പാഡ്സ് ക്യാൻ ഈസിലി റീപ്ലേസ്ഡ്. ബ്രേക്ക് പാഡ് കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ബ്രേക്ക് പാഡ്സ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടയർ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസ്ക് ബ്രേക്കിൽ ബ്രേക്ക് പാഡ്സ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഡിസ്ക് ബ്രേക്സ് ആർ സെൽഫ് അഡ്ജസ്റ്റിംഗ് ബൈ ഡിസൈൻ. ഡിസ്ക് ബ്രേക്സ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ബ്രേക്സ് ആണ്. ഇനി ഡിസ്ക് ബ്രേക്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ്: നോ സെർവോ ആക്ഷൻ ഇൻ ഡിസ്ക് ബ്രേക്സ്. ഡ്രം ബ്രേക്കിൽ ബ്രേക്ക് ഡ്രമ്മിൻ്റെ റൊട്ടേഷൻ ബ്രേക്കിംഗ് ആക്ഷനെ അസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡ്രം ബ്രേക്കിൽ ബ്രേക്കിംഗ് ഫോഴ്സ് കൂടുതലായിരിക്കും. പക്ഷേ ദർ ഈസ് നോ സെർവോ ആക്ഷൻ ഇൻ ഡിസ്ക് ബ്രേക്ക്. അതുപോലെ ഡിസ്ക് ബ്രേക്കിൽ പാർക്കിംഗ് ബ്രേക്ക് അറേഞ്ച്മെൻറ്റ് ഡിഫിക്കൽട്ടാണ്. പിന്നെ കോസ്റ്റ് ഓഫ് ഡിസ്ക് ബ്രേക്ക് കമ്പാരിറ്റീവ്ലി ഹയർ ആണ്. അതുപോലെ തന്നെ ഹയർ പെഡൽ പ്രഷർ ഈസ് റിക്വയർഡ് ഫോർ സ്റ്റോപ്പിംഗ് വെഹിക്കിൾ. ഡിസ്ക് ബ്രേക്കിൽ ഡ്രം ബ്രേക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ പെഡൽ പ്രഷർ ആവശ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് അപ്ലൈഡ് ടു ദ ബ്രേക്കിംഗ് സിസ്റ്റം ദ ടേം ബ്രേക്ക് ഫെയ്ഡ് മീൻസ് ദ. ഓപ്ഷൻ എ, ഡിക്രീസ് ഇൻ ഫ്രിക്ഷൻ ഡ്യൂ ടു വെയർ. ഓപ്ഷൻ ബി, ഫാൾ ഓഫ് ഇൻഎഫിഷ്യൻസി ഡ്യൂ ടു ഹീറ്റ്. ഓപ്ഷൻ സി, ഇൻക്രീസ് ഇൻ എഫേർട്ട് ആസ് ദ ഷൂ ക്ലിയറൻസ് ഇൻക്രീസസ്. ഓപ്ഷൻ ഡി, ഡിസ്കളറേഷൻ ഓഫ് ദ ലൈനിങ് വെൻ ഇറ്റ് ഈസ് ഓയിൽ സോക്ഡ്. ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ബ്രേക്ക് ഫെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൾ ഓഫ് ഇൻഎഫിഷ്യൻസി ഡ്യൂ ടു ഹീറ്റ്. എക്സസീവ് ഹീറ്റിംഗ് കാരണം ബ്രേക്ക് ഷൂ ലൈനിങ്ങും ബ്രേക്ക് ഡ്രമ്മും തമ്മിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കുറയുന്നതിനെയാണ് നമ്മൾ ബ്രേക്ക് ഫെയ്ഡ് എന്ന് പറയുന്നത്. അതായത് എക്സസീവ് ഹീറ്റ് കാരണം ബ്രേക്കിംഗ് ആക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രേക്ക് ഫെയ്ഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രേക്ക് ലൈനിങ് കൺസിസ്റ്റ് മെയിൻലി ഓഫ്. ഓപ്ഷൻ എ, ആസ്ബെസ്റ്റോസ്. ഓപ്ഷൻ ബി, കാസ്റ്റ് അയൺ. ഓപ്ഷൻ സി, കോപ്പർ. ഓപ്ഷൻ ഡി, അലൂമിനിയം. ബ്രേക്ക് ലൈനിങ് മെയിനായിട്ട് ആസ്ബെസ്റ്റോസ് വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ എ, ആസ്ബെസ്റ്റോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രേക്ക് ലൈനിങ് ഈസ് മൗണ്ടഡ് ഓൺ. ഓപ്ഷൻ എ, ബ്രേക്ക് ഷൂ. ഓപ്ഷൻ ബി, ബ്രേക്ക് ഡ്രം. ഓപ്ഷൻ സി, മാസ്റ്റർ സിലിണ്ടർ. ഓപ്ഷൻ ഡി, വീൽ സിലിണ്ടർ. നമുക്കറിയാം ബ്രേക്ക് ലൈനിങ് മൗണ്ട് ചെയ്തിരിക്കുന്നത് ബ്രേക്ക് ഷൂയുടെ മേളിലാണ്. ആൻസർ ഓപ്ഷൻ എ, ബ്രേക്ക് ഷൂ.